മത്സ്യക്കുരുതിക്ക് പുറമെ കുണ്ടന്നൂർ കായലിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ശ്വാസം കിട്ടാതെ ജലോപരിതലത്തെത്തി പിടഞ്ഞാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. കഴിഞ്ഞ ദിവസം ചിത്രപ്പുഴയിൽ ചത്ത മീനുകളും ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. കരിമീൻ, കാളാഞ്ചി, തിലാപ്പിയ മീനുകൾ കൃഷി ചെയ്യുന്നിടത്തും മീനുകൾ ചത്തിട്ടുണ്ട്. നഗരസഭയുടെ സബ്സിഡിയോടെ 6 ഇടങ്ങളിലാണ് CMFRIയുടെ സഹായത്തോടെ മത്സ്യം കൃഷി ചെയ്യുന്നത്. കുഫോസിലെയും ഫിഷറീസിലെയും ഗവേഷകർ ചത്ത മീനുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. അതേസമയം പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം ജലത്തിലെ അപകടകരമാം വിധമുള്ള അമോണിയയുടെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും സാന്നിധ്യമെന്ന് കുഫോസിന്റെ റിപ്പോർട്ട്. ഇവയുടെ സാന്നിധ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളത്തിൽ നിലനിൽക്കുന്നതായും തുടർ പരിശോധനയിൽ കണ്ടെത്തി. പെരിയാറിലെ ജലത്തിൽ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. മത്സ്യക്കുരുതിക്ക് കാരണം പാതാളം ബണ്ട് തുറന്നതിനെ തുടർന്ന് പെരിയാറിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് താഴേക്ക് പോയതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വെള്ളം നിയന്ത്രിച്ചു വിട്ടിരുന്നെങ്കിൽ ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. പെരിയാറിലെ ജലത്തിന്റെയും ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ കുഫോസിലെ ഗവേഷക സംഘം ശേഖരിച്ചിരുന്നു. മത്സ്യക്കുരുതി ഉണ്ടായി 2 ദിവസത്തിന് ശേഷം എടുത്ത ജലത്തിന്റെ പരിശോധനയിലും അമോണിയയുടെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും സാന്നിധ്യം കണ്ടെത്തിയത് ഗൗരവമേറിയതാണെന്നാണ് റിപ്പോർട്ട്. തുടർ പരിശോധനകളിലൂടെ ഇതിന്റെ കാരണം കണ്ടെത്താനാകൂ. ഇത് ജലത്തിൽ കലർന്ന ജൈവ മാലിന്യത്തിൽ നിന്നോ രാസമാലിന്യത്തിൽ നിന്നോ ആകാം. ഇതിന്റെ സ്ഥിരീകരണത്തിനായി വിശദ പരിശോധന വേണം. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞിരുന്നുവെന്നും മത്സ്യത്തിന്റെ ആന്തരിക അവയവങ്ങൾ തകർന്നിരുന്നതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. പെരിയാറിൽ പല ഭാഗത്തു നിന്നും സൾഫറിന്റെ തരികൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന നടത്തിയ മത്സ്യക്കൂടുകളുടെ സമീപത്തു നിന്നും ഇത് കിട്ടിയിട്ടുണ്ട്. പെരിയാറിൽ മലിനജലം ഒഴുകിയെത്തിയതിനെ തുടർന്ന് വൻതോതിൽ മത്സ്യക്കുരുതി ഉണ്ടായത്. ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. 5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മത്സ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഗുരുതരമായ അപകടത്തിലേക്കാണ് പെരിയാർ ഒഴുകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. മത്സ്യക്കുരുതി ഉണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുഴയുടെ അടിത്തട്ടിലും മേൽത്തട്ടിലും അമോണിയയുടെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും സാന്നിധ്യം ഉയർന്ന അളവിൽ തന്നെയാണ്. ഇത് മത്സ്യസമ്പത്തിനാകെ നാശം സൃഷ്ടിക്കുകയും ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. ഒഴുകി നടക്കുന്ന മത്സ്യങ്ങളെക്കാൾ കൂടുകളിൽ വളർത്തുന്ന മത്സ്യങ്ങളെയാണ് ഇത് ഏറെ ബാധിക്കുക. പെരിയാറിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിൽ നടത്തിയ പരിശോധനയിലും അമോണിയയുടെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും സാന്നിധ്യം കണ്ടെത്തിയത് വളരെ ഗൗരവമേറിയതാണ്. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിച്ചാലും അമോണിയയുടെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും സാന്നിധ്യം മത്സ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ശക്തമായ മഴയുണ്ടായിട്ടും ഇവയുടെ സാന്നിധ്യം തുടരുന്നത് അപകട സൂചനയാണ് നൽകുന്നത്. വിശദ പരിശോധനയിലൂടെ ഇതിന്റെ കാരണം കണ്ടെത്തുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. രാസമാലിന്യവും ജൈവമാലിന്യവും ഒക്കെ ഇതിന് കാരണമാകാം. മത്സ്യക്കുരുതിക്ക് ശേഷം പരിശോധനയ്ക്കെടുത്ത ജീവനുള്ള മത്സ്യത്തിന്റെ ഉള്ളിലും വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്.